ഭയം ഭക്തി ബഹുമാനം ബബ്ബബ്ബ. അങ്ങനെ ബബ്ബബ്ബയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. 8/18 ഈ ഒരു ട്രെയിലർ ഗൂഗിൾ മൂവീസ് പുറത്ത് വിട്ടേ. ഈ 8/18 പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ, 18-ാം തീയതി പടം ഇറങ്ങും. കഴിഞ്ഞ 8-ാം തീയതിയാണ് ദിലീപ് കുറ്റവിമുക്തനായത് കേസിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ 8/18 എന്ന ഒരു പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും കൊള്ളാം. അപ്പം നമുക്ക് നേരെ പടത്തിൻ്റെ ട്രെയിലറിലേക്ക് പോവാം. ഈ പടത്തിൻ്റെ ട്രെയിലറും അല്ലെങ്കിൽ സിനിമയൊക്കെ ഞാൻ കാത്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയൽ OGU, വൺ ആൻഡ് ഓൺലി അവർ ലാലേട്ടൻ. നമ്മുടെ ലാലേട്ടൻ ഈ പടത്തിൽ ഒരു ക്യാമിയോ വേഷം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ ഇത്രയും ഹൈപ്പ് തോന്നുന്നതും അല്ലെങ്കിൽ ഇത്രയും പ്രതീക്ഷ തോന്നുന്നതും. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ കംബാക്കിലെ പ്രിൻസ് ഒഴികെയുള്ള ബാക്കി പടമൊക്കെ നമുക്കൊരു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ തിയേറ്ററിൽ വരട്ടെ, നല്ലതാണെങ്കിൽ പോയി കാണാം എന്നുള്ളൊരു ഫീലാണ്. പക്ഷേ ലാലേട്ടൻ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ലാലേട്ടൻ കുറേ നാൾക്ക് ശേഷം അഴിഞ്ഞാടുന്നൊരു ക്യാരക്ടർ ചെയ്യും എന്നൊരു ഫീല് നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ, കാരണം പുള്ളിയുടെ ഓഫ് സ്ക്രീനിലുള്ള ഇതിൻ്റെ കുറച്ച് സ്റ്റില്ല് വന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർ സിംഗർ പരിപാടിയിൽ ലാലേട്ടൻ വന്ന സമയത്ത് തന്നെ മീശയൊക്കെ പിരിച്ചു വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ, നമുക്ക് ഈ സാധനത്തിൽ ഇങ്ങനൊരു ഐറ്റത്തിൽ ലാലേട്ടനെ ആരെങ്കിലും ഒന്ന് സിനിമയിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനമാണ്. അപ്പോൾ ആ ഐറ്റം ബബ്ബയിൽ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും 18-ാം തീയതി അറിയാൻ വേണ്ടി പറ്റും. എന്നാലും ട്രെയിലർ ഒന്ന് പ്ലേ ചെയ്യാം. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. പരിപാടി ഗോപി സുന്ദറാണ് ഇപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നമ്മളൊരാളോട് തല പിടിച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തോ എനിക്കൊരു ദിലീപേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം പരിപാടി 100% ഉറപ്പാണ് കേട്ടോ. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, മുകുന്ദൻ ഉണ്ണി ഒറിജിനൽ, ദേവ്ജിയുടെ ആ ട്രെൻഡിങ് ഡയലോഗ് ഉണ്ട് കേട്ടോ. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്, പക്ഷെ ഇതിപ്പോൾ പറയാൻ പറ്റില്ല, പിന്നീട് പറയാം. വിനീത് ശ്രീനിവാസൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നമുക്ക് തോന്നണം. ശാന്തി മാസ്റ്റർ ഉണ്ട്. ദിലീപേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഈ സിനിമാക്കത്തിന് ഡയലോഗ് യൂസ് ചെയ്തിട്ടുണ്ട്, കം ബാക്ക്. ലാലേട്ടൻ ചിരിച്ചോട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഡാൻസ്, ഇതൊക്കെ കുറെ നാളായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഞാൻ പറയാം, രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ സീനൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഉണ്ട് മതിയ എന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ ഒരു പാട്ട് പാടുന്നു, തമിഴ് പാട്ട്, ഇന്ത നട പോതുമാ ഇന്ത കൊഞ്ചം വേണമാ. ആ പാട്ട് പാടുന്നതേ ഞാൻ ആഗ്രഹിക്കുന്നൊരു സാധനമുണ്ട്. ലാലേട്ടനെ അത്യാവശ്യം വെള്ളമൊക്കെ അടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി മീശയൊക്കെ പിരിച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനൊരു സാധനം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനൊരു ഐറ്റം നമ്മൾ ലാലേട്ടൻ പടത്തിൽ അല്ല സിനിമയിൽ കാണുന്നില്ല. നമുക്ക് എവിടെയോ മിസ്സായി കിടക്കുന്ന സാധനമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു മലയാള സിനിമയിൽ ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തി അഴിഞ്ഞാട്ടം ക്യാരക്ടർ, വെള്ളം അടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഒരുമാതിരി മറ്റേ ഈ ഒരു തറ സെറ്റപ്പ് ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇടിയും അടിയും ബഹളവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്, അതായത് നമ്മുടെ ഈ ചോട്ടാ മുംബൈ കാണത്തില്ലേ, ചോട്ടാ മുംബൈയിൽ മീശവിരി ഇല്ലെന്നല്ലേ ഉള്ളൂ, മുണ്ടുടുക്കലില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തറ സെറ്റപ്പിൽ ലാലേട്ടൻ ലോക്കലായിട്ട് പക്കാ ലോക്കലായിട്ട് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് മലയാള സിനിമയിൽ അതിനേക്കാൾ മുകളിൽ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു സാധനം കിട്ടൂല. അതിപ്പോൾ ബാഹുബലി എടുത്ത് വെച്ചാൽ തന്നെയും മലയാള സിനിമയിൽ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് മുണ്ടും മടക്കി മീശയും പിരിച്ച് വെള്ളം അടുപ്പിച്ച് സിഗരറ്റും വലിച്ച് ഒരു തറ സെറ്റപ്പിൽ ലോക്കൽ അടിച്ചു ലാലേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു കിക്ക് മലയാളികൾക്ക് വേറെ എവിടെയും കിട്ടാൻ വേണ്ടി പോണില്ല. അങ്ങനെ ഒരു സാധനം പുള്ളി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഐറ്റം നമുക്ക് മിസ്സായി ഇരുന്നിട്ട് കുറേ നാളായി. ഇതെല്ലാം കൂടി ഒരുമിച്ച് ലാലേട്ടൻ്റെ ഡാൻസ്, മീശപിരി, ഞാൻ ഈ പറഞ്ഞ തറ സെറ്റപ്പ് ലോക്കൽ അടി, ഇതെല്ലാം കൂടെ ഒരു പടത്തിൽ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് മതി. എടുക്കുന്ന ടിക്കറ്റിന് മുതലാകാനായിട്ട് അത് ഐറ്റമാണ്. ഇനിയിപ്പോൾ ബബ്ബ എന്ന് പറയുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ദിലീപ്, ഇവരാണ് മെയിൻ.
ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റേ മാക്സിമം കാണാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റേ കാണത്തുള്ളൂ. മതിയല്ലോ. ഇപ്പോൾ പണ്ട് കായംകുളം കൊച്ചുണ്ണിക്കകത്ത് ഇത്തിക്കര പക്കി വന്നിട്ട് അഴിഞ്ഞാടിയതുപോലെ ഈ 20 മിനിറ്റ് നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ, 15 മിനിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിലങ്ങ് കസറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും പടം വരട്ടെ. 18-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. എനിക്ക് തോന്നുന്നു പടം ഒരു ആവറേജ് ഐറ്റം ആണെങ്കിൽ പോലും ലാലേട്ടൻ്റെ പോർഷൻ കിടുവാണെങ്കിൽ, ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കിടുവാണെങ്കിൽ 100% ഷുവറായിട്ട് ഞാൻ പറയാം, ഇതൊരു ദിലീപ് ഏട്ടൻ്റെ ഒരു കംബാക്ക് അടിക്കും. പുള്ളി ഒരു 100 CR അടിക്കും. അത് 100% ഉറപ്പാണ്. അതിനകത്ത് ബുദ്ധിമുട്ടില്ല. കാരണം ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് വെച്ചിട്ട് അടി ഷുവറാണ്. ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ബോക്സ് ഓഫീസിന് പുള്ളി തീടും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ലാലേട്ടൻ ഇങ്ങനൊരു സാധനത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കരമാണ്. എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പണ്ട് വളർത്തുന്ന സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. അതായത് ഈ സാധനം ബബ്ബ തിയേറ്ററിൽ ഹിറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അവരിതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യും. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആരാണോ ക്യാമിയോ ചെയ്യുന്നത് ആ ക്യാമിയോ ചെയ്യുന്ന ആളായിരിക്കും മെയിൻ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അത് വരട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ട്രെയിലറിൽ ഒരു കിക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു BGM ഇത്തിലൂടെ മൂവിയിൽ കാണുമ്പോഴത്തേക്കും BGM സെറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗോപി സുന്ദറിൻ്റെ. കാരണം പുള്ളി അങ്ങനെ മോശമാക്കാറില്ല. പുള്ളിയുടെ ഒരു കംബാക്കാണ്. ഇപ്പോൾ എനിവേ നമുക്ക് തിയേറ്ററിൽ അഴിഞ്ഞാട്ടം കാണാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഇത് മതി. ഇനി തിയേറ്ററിൽ ബാക്കി നമുക്ക് പൊളിക്കാം.